ടി വി പ്രസാദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ടി വി പ്രസാദ്, അതാണ് പാർട്ടി വിട്ടതോടുകൂടി ജി സുധാകരൻ പറഞ്ഞതെല്ലാം മാറ്റി പറയുകയാണ്. ഇപ്പോൾ നോക്കൂ, സി എസ് സുജാതയെ അധിക്ഷേപിക്കുന്നത്, ഒന്ന് അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറയുകയാണ്, രണ്ട് ജാതി പറയുകയാണ്, മൂന്ന് അവിടെ വർഗീയത പരത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കൂടി നടത്തുകയാണ് ജി സുധാകരൻ. എങ്ങനെയാണ് CPM പ്രതിരോധിക്കുന്നത് ജി സുധാകരനെ? എന്താണ് ജി സുധാകരൻ അവിടെ ലക്ഷ്യമിടുന്നത് എന്നത് കൂടി പ്രധാനമാണല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും അത് തന്നെയാണ്. ഗുഡ് ഈവനിങ് വിനീത. പറഞ്ഞതുപോലെ ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് വിനീത, അതായത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജി സുധാകരനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാനിരിക്കുമ്പോൾ അന്ന് സുധാകരൻ ആ സെക്രട്ടേറിയറ്റിലേക്ക് താനില്ല, തനിക്ക് ആലപ്പുഴ ജില്ല ശ്രദ്ധിക്കണം, സെക്രട്ടേറിയറ്റ് അംഗമായാൽ അതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയെ മാറോട് ചേർത്ത നേതാവാണ് അന്നത്തെ ജി സുധാകരൻ. ഇന്നിപ്പോൾ ജി സുധാകരനെതിരായി പറയുന്ന നേതാക്കൾ എല്ലാവരും ജി സുധാകരൻ എടുത്തു വളർത്തിയവരാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സുധാകരനെതിരെ CPM നേതാക്കൾ ആഞ്ഞടിച്ചു തുടങ്ങിയത് അത് റിപ്പോർട്ടറിലെ ഒരു ഇൻ്റർവ്യൂവിന് ശേഷമാണ്. അതായത് സ്മൃതി പരുത്തിക്കാട് അന്ന് ജി സുധാകരനുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ അത് ചില്ലറ തലവേദനയൊന്നുമല്ല ആലപ്പുഴയിലെയും സംസ്ഥാനത്തെയും CPIM ഉണ്ടാക്കിയത്. അന്ന് അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞതെങ്കിൽ പിന്നീട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് സുധാകരൻ പറയുന്ന കാര്യങ്ങൾ അത് വെച്ച് പൊറിപ്പിക്കേണ്ട, അതിന് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്തോളൂ എന്ന നിലപാട് തന്നെ പാർട്ടിയുടെ ഭാഗമായി ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ മറുപടി സുധാകരന് കൊടുക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, അന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ മൂന്നാമതും പിണറായി വിജയൻ വന്നാൽ അത് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ജി സുധാകരനാണ് ഇപ്പോൾ ഈ നിലയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ജി സുധാകരനെ പൂർണ്ണമായി അവഗണിച്ചിട്ടില്ല. ജി സുധാകരൻ പറയുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു നീങ്ങുകയാണ് CPM. വിനിത, അതാണ് ടി വി പ്രസാദ് വിശദാംശങ്ങൾ നൽകിയെന്ന്. ഏതായാലും സുധാകരന്റെ പ്രസ്താവന, അധിക്ഷേപം അത് വലിയ ചർച്ച തന്നെയാകുന്നുണ്ട്.